ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതപ്പെട്ട 1-ാം ലേഖനം 4-ാം അധ്യായം മുതൽ 21-ാമത്തെ വചനം. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിന്റെ കൽപ്പന സഹോദരനെ സ്നേഹിക്കണമെന്നാണെങ്കിൽ അതിനെതിരായ ചില തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത കുടികൊള്ളുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും സാധിക്കാതെ വരും. വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-4 വചനങ്ങളിൽ: മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. മറ്റുള്ളവരെ പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത നശിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം ക്ഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഒക്കെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനം: സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുകയും. മൂന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കുക, മറ്റുള്ളവരുള്ള വിശ്വാസ കുറവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരാളെ പൂർണ്ണമായും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, അവരെ നമ്മോട് ചേർക്കുന്നതിൽ നമുക്ക് ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 4:18: സ്നേഹത്തിൽ ഭയമില്ല, എന്നാൽ പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നാലാമത്തെ കാര്യം, നമ്മളിൽ അഹങ്കാരം ഉടലെടുത്താൽ തീർച്ചയായും നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കാതെ വരും. അഹങ്കാരം വ്യക്തികൾക്കിടയിൽ അകലം സൃഷ്ടിക്കും. വചനം ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4:6: ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ഞാനാണ് ശരി, എല്ലാം ഞാൻ ചിന്തിക്കുന്നത് പോലെ നടക്കണം എന്നുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായും നമ്മളിൽ അഹങ്കാരമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അഞ്ചാമത്തെ കാര്യം, മുൻവിധിയോടെ പക്ഷപാതത്തോടെ നാം ആയിരുന്നാൽ തീർച്ചയായും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മുൻവിധികളെ എടുത്തു മാറ്റുക, പക്ഷപാതം കാണിക്കാതിരിക്കുക. യാക്കോബിന്റെ ലേഖനം 2:9: നിങ്ങൾ മുഖം നോക്കി പെരുമാറുകയാണെങ്കിൽ പാപം ചെയ്യുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഗലാത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്: യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ യവൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ ബാലനെന്നോ മുതിർന്നവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും കർത്താവിന് മുമ്പിലില്ല. നേരെ മറിച്ച് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും മുൻവിധികളെ മാറ്റിവെക്കാം, പക്ഷപാതം മാറ്റിവെക്കാം. കർത്താവിന്റെ വചനപ്രകാരം എല്ലാവരും ചേർത്ത് നിർത്തി എല്ലാവരും സ്നേഹിക്കുവാൻ നമുക്കിടയാകട്ടെ. എങ്ങനെ ഈ തടസ്സങ്ങളെ ഒക്കെ, ഈ സ്നേഹത്തിനെതിരായ തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റും? 1, ദൈവസ്നേഹം കൊണ്ട് നിറയുക. 2, പ്രതിദിനം ഹൃദയം ഒന്ന് പരിശോധിക്കുക. കർത്താവെ, സ്നേഹത്തിനെതിരായ തടസ്സങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. 3, ക്ഷമയും വിനയവും ഒക്കെ പരിശീലിക്കുക. 4, പ്രാർത്ഥനയിലൂടെ ഹൃദയശുദ്ധി നേടുക. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ വചനഭാഗം ഒരു സഹോദരനെ സ്നേഹിക്കുവാൻ ഉള്ള തടസ്സങ്ങളെ മാറ്റുന്നതിന് നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.